ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 3:45 വെളുപ്പിന്. അപ്പം നമ്മളിപ്പോൾ വേളാങ്കണ്ണിക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിച്ച് 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് ഡേ 1 2 വ്ളോഗായിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി ഇതാവും, അതുകൊണ്ട് നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഡേ 1 വ്ളോഗ്. ഗൈസ് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട്. എന്നാലും 6 മണിക്കൂറിൽ കൂടുതൽ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നല്ല കൂടുതൽ. ഗൈസ് ഞാൻ ഡ്രസ്സ് കാണിക്കുന്നത് ഇതാണ്. ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് ജീൻസ് ടോപ്പ്, ജസ്റ്റ് എന്താ പറയുക, ഒരു കോട്ട്, ആക്സസറീസ് നത്തിങ്, ഒരു വാച്ച് ആൻഡ് റിംഗ്. ദാറ്റ്സ് ഇറ്റ്. It was at this moment that he knew. He fucked up. Guys, ഇപ്പൊ എന്തോ സംഭവിച്ചേ? നമ്മളിതാ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഗൈസ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിലൂടെ അതിവിദൂര താരകാനിലയം തിരയുമീ കിനാവുറുമ്പണി വീഥികൾ. ഗൈസ് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാം. ഗൈസ് തീവ്രം ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. അത് നമ്മളിവിടെ നമ്മൾ ആ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ. ഞാനൊരു ഫുൾ മസാല ദോശ കഴിച്ചു. നല്ല ഗൈസ് എല്ലാവരുടെ വയറ്റി കൊക്കപ്പുഴ. ഇപ്പൊ മസാല ദോശ തിന്നതേ ഉള്ള. അടുത്ത ചിപ്സ് എല്ലാം ഇപ്പൊ തന്നെ തീർക്കണം. ഒരു തീറ്റ ഭ്രാന്തി അവിടെ തിന്നുകയാണ് ഗൈസ്. ചെറുതായിട്ടൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങി കഴിഞ്ഞ് വന്നപ്പോ ഇത് എവിടെയോ ആണ്, തമിഴ്നാട്ടിൽ എവിടെയോ ആണ്. ഇപ്പൊ ഇതാ ക്ലച്ച് റോട്ടിൽ കൂടെ പോകുകയാണ്. ഗൈസ് അപ്പം നമ്മള് ലഞ്ച് ഉണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിവിടെ നിർത്തിയിട്ടുണ്ട്. മറ്റേ കാർ അവരാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഫാമിലി അവർ വേറെ വണ്ടിയിലായിരുന്നു. അപ്പം അവിടെ ടോയ്ലറ്റ് അവിടെ കയറിയേക്കും. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. നല്ല വ്യൂ, ഈ സ്കൈ കാണാനാണ് ഏറ്റവും നല്ല ഭംഗി. കാണാൻ പറ്റുന്നു അല്ലല്ലേ? കാണാൻ പറ്റുന്ന എനിക്കറിയാൻ പാടില്ല. ഗൈസ് നമുക്ക് പോയിച്ചോറാം. എന്തോ ഇത് വെള്ളം പോലെ കോഴി ഒഴിക്കണോ? ഗൈസ് നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഗൈസ് കാത്തിരുന്ന സ്ഥലം ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇനിയും 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്, പള്ളിയിലേക്കല്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് എന്നിട്ടാണ് എന്തൊക്കെയോ എനിക്കറിയത്തില്ല, അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കില്ല. നമ്മളിപ്പോൾ എന്തായാലും നേരെ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്. വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 3:48. ഒന്നും പറയില്ല. ഞാനൊരു 4-5 പ്രാവശ്യം ഉറങ്ങി, എന്നിട്ടും എത്തുന്നില്ല. എന്തൊരു കഷ്ടം. ഉറങ്ങി മടുത്ത് ഞാൻ. കാഴ്ച കാണാനാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. എത്താറായപ്പോഴാണോ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത്. എടാ എന്നുവെച്ചാ സാധനം വെച്ചോ, എന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് എടുത്തു. നല്ല വിഴി വാങ്ങി ചുമ്മാ പറയല്ലേ. ഗായ്സ് നമുക്ക് ഗായ്സ് ഹോട്ടലെത്തിയപ്പോ ദാണ്ട മഴ. ഗായ്സ് നമ്മൾ ഹോട്ടലിലേക്ക് ഇറങ്ങി. ഗായ്സ് ഇതാണ് ഹോട്ടലെന്ന്. ഗൈസ് ഇതാണ് ഗൈസ് റൂം. നമുക്കിതാ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ ഇവിടെ ബെഡുണ്ട്, പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട്, ഇവിടെ TV ഉണ്ട്, പിന്നെ ഒരു അലമാര ഉണ്ട്, പിന്നെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ അവിടെ ഒരു AC ഉണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ വ്യൂ ഒന്നുമില്ല ഗൈസ്. നമ്മൾ റൂമെല്ലാം പൂട്ടിയിട്ട് ഇപ്പോൾ പള്ളിയിലേക്ക് പോകാനാണ്. ജസ്റ്റ് നമ്മൾ റൂം കണ്ടു, അവിടെ ഇരുന്നു, കുറച്ച് നേരം ഇരുന്നു, പിന്നെ നമ്മൾ നമുക്ക് താഴത്ത് പോകണം. കാണുന്നു ലിഫ്റ്റ് കയറി വരട്ടെ, മതിയായി. ഗൈസ് അപ്പനും ചേച്ചിയും കൂടെ ലിഫ്റ്റിൽ കയറിയതാട്ടോ. ലിഫ്റ്റ് മറ്റേ വാതിൽ മറ്റേ ലിഫ്റ്റിൻ്റെ ഡോർ അടച്ചതും കറണ്ട് പോയി. അസലായിട്ടുണ്ട്. ചേച്ചി കരിഞ്ഞു പിഴിഞ്ഞു. പിന്നെ എവിടെ കണ്ണീര് തുടയ്ക്കൂ. ഗൈസ് നമ്മളിപ്പോൾ നടന്നാ പോകുന്നത്. എന്നുവെച്ചാൽ അത്ര ദൂരമേ ഉള്ളൂ. നമ്മളത് എല്ലാവരും കൂടെ നടക്കുക. എന്തൊരു കാറ്റ്. Hey guys, എൻ്റെ പേര് അന്ന. ഇന്റർവ്യൂ. ഓക്കെ, ഞാനിപ്പം വേളാങ്കണ്ണിക്ക് ഇവിടെ കുർത്തി വന്നതാണ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഫീച്ചറിങ് ഇൻ ദ വ്ളോഗ്. അതെ. സോ റിവ്യൂ ചെയ്തോ ഓൾറെഡി ഓഫ് ദ? ഇല്ല. ഓക്കെ, ഞങ്ങളിപ്പോൾ വിൽസൺ ഹോട്ടലിലാണ് നിൽക്കുന്നത്. അതെ, വിൽസൺ ഹോട്ടൽ. വേളാങ്കണ്ണിക്ക് പോകണമെങ്കിൽ ഇവിടെ വന്നേക്കല്ലേ. പ്ലീസ് വരരുത്. നമ്മളെ പറ്റിച്ചു. വേഴ്സ്റ്റ് റിവ്യൂ. അത് 20,000 ഒറ്റ നൈറ്റേ ഉള്ളൂ. എക്സാക്ട്ലി. എനിക്ക് ഡിസപ്പോയിൻറ്റഡ്. ഇത് നമ്മൾ ഒരു അഡ്വൈസ് ഞാൻ തരുവാണെങ്കിൽ, നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയിട്ട് റിവ്യൂ നോക്കിയിട്ട് എല്ലാം ചെയ്യണം. അതെ, നമ്മൾ ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകാം. ഫോട്ടോസ് ഒന്നും വിശ്വസിക്കരുത്. സത്യം ഫോട്ടോയിൽ കാണുന്ന സാധനം അല്ല. 5 പൈസക്ക് കൊള്ളത്തില്ല. ക്വീൻസ് ഹോട്ടൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഫോട്ടോയിൽ കാണുന്ന പോലെ. പക്ഷെ നമ്മൾ വന്ന വഴിക്ക് നല്ല വെള്ളത്തിന്റെ തടാകത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹൗസ്, അത് ആക്ച്വലി ഞങ്ങൾ നോക്കിയതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട് പള്ളിയിലേക്ക്, 7 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അപ്പം വേണ്ടാന്ന് വെച്ചത്.
അതായത് നിലത്ത് പല സാധനങ്ങളും ഉണ്ടാവും, പല ജീവികളും എന്തെങ്കിലുമൊക്കെ. അതെ ഗൈസ്, ബട്ട് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കരുതാം. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് മിസ്റ്റേക്സിന് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂല. ഇത് വേണമെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പറയാ, കേരളം എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. അതെ അതെ, കേരളം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തമിഴ്നാട്ടിൽ വരുമ്പോ അതെ, ഇവിടെയുള്ളവർക്ക് മലയാളം എങ്ങനെ അറിയാൻ മലയാളം അറിയാൻ സാധ്യത കുറവാണ്. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറാൻ പോണേ. പേരെന്തോ മലയാളി ഹോട്ടൽ ചിറ്റനാടോ ചെട്ടിനാട്. ഗൈസ് ചായ വന്നു ഗൈസ്. അതെ, ഞങ്ങൾ നടന്നോണ്ടിരിക്കുവാണ്. അതെ, പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അതെ, എന്നിട്ട് പള്ളി എത്തിക്കഴിയുമ്പോൾ നമ്മള് കാണിക്കാം. 1 2 3 ട്രാൻസിഷൻ. അവിടെ നിന്ന് ഇവിടെ എത്തി. ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ട് അവളുണ്ടോണ്ട് ഇപ്പൊ ഒരു വ്ലോഗുണ്ട്. രാവിലെ വണ്ടി കയറിയപ്പോ കിടന്ന് ഉറങ്ങി, ഭക്ഷണം കഴിക്കായപ്പോ എണീറ്റു, പിന്നെ കിടന്ന് ഉറങ്ങി, ഉച്ചക്ക് ഉണ്ണാറായപ്പോ എണീറ്റു, പിന്നെ കിടന്നുറങ്ങിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. എന്റെ കാര്യല്ല കേട്ടോ. ആ പിന്നെ രാത്രി എന്നിട്ട് നീ കോഴിനെ പിടിക്കാൻ പോക്കോ. എന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു. ഞാൻ മറ്റൊന്ന് പറഞ്ഞേ. ഫോറിൻകാരൊക്കെ ഇതുകൊണ്ട് ഫോറിൻകാരി ഇത് നല്ല മലയാളി തനി മലയാളി, നമ്മള് ഫോറിൻ കേരള. അതെ അതെ അതെ. ഇതിപ്പോ എത്താത്ത പള്ളിയെന്നറിയാം. ഇത് അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, അവിടെ ഒരു പള്ളി. എത്ര പള്ളി ഇത്? ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണോ? ഇതാണോ മാതാവ് പ്രത്യക്ഷപ്പെട്ട? ശരി, അവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലെസ്ഡ് ആർ യു എമൗങ്. ഇത് മോർണിംഗ് സ്റ്റാർ ചർച്ച് തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാണത്തുമില്ല. ഗൈസ്, 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, അല്ല 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഞാൻ തല മൊട്ടയടിക്കാം. അടിക്കാം. അപ്പം 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അതെ, അതാവത്തില്ലാത്തോണ്ടായിരിക്കും. അതാവില്ലല്ലോ. ഉറപ്പല്ലേ, നമ്മളിപ്പോ വേലാങ്കണ്ണി പള്ളി വെച്ച് പറയണല്ലേ. അപ്പൊ ആയി കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ചേക്ക്, ഞാൻ മുട്ടയടിച്ച് വന്നേക്കാം. ഓക്കെ. 1 മില്യൺ ഒന്ന് ഓർക്കണേ. 1 മില്യൺ 10 മില്യൺ 10 മില്യൺ. ഇവിടെ 500 പോലും ആയിട്ടില്ല. എന്നാലും ഫ്യൂച്ചറിൽ അപ്പൊ നമ്മള് കൊന്ത മേടിക്കാൻ പോയാ. സോ ഫാർ ഞങ്ങൾ ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇതെന്റെ അല്ല, എന്റെ ആന്റിയുടെയാണ്. ഞങ്ങൾ കൊന്ത മേടിക്കാൻ പോവാണ്. കൊന്ത മേടിക്കാൻ നമ്മൾ അവിടെയാണ്. അവിടെ കൊന്ത ഞങ്ങളുടെ പോണേ. അവിടെ ഇങ്ങോട്ട് പോയി. Guys, are we lost?
We're gonna get kidnapped. I do know. Guys, we're going into this shrine basilica. Blood donation ഉണ്ടോ ഇവിടെ? Blood ഇല്ലല്ലേ? ഓ ഇവിടെയാ. ഓക്കെ. ഒരു കാണിച്ചു കൊടുത്തു. Yes. Looks really nice. ക്യൂ മാത്രം ഉണ്ടെന്നു എൻ്റെ മുന്നിൽ എന്തൊരു ആൾക്കാരെ ലീക്കായോ? ലീക്ക് ആവുന്നുണ്ട് ഗൈസ്. ഇങ്ങനത്തെ കുപ്പി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മറിച്ച് പിടിച്ചേക്കല് ബിക്കോസ് ലീക്ക്. നീ ആ ജയിലിൽ കുടിയും കിടന്നോ? ഇറക്കില്ല. നീ ജീവിതകാലം ഫുൾ ഇവിടെ കിടക്കും. ഇത് തന്നെ വലിയ പള്ളിയെന്ന് നോക്ക്. നമുക്കിവിടെ കുറേ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമാണ്. ബിക്കോസ് അത്രയ്ക്ക് നേച്ചർ ഇതാണ്. എന്താ പറയുക, ഭയങ്കര വെച്ചാൽ ഈ സ്കൈ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നല്ല രസമാണ്. ഗായ്സ് ഇതാണ് ഗായ്സ് ആ പള്ളിയുടെ എന്ത് രസമാന്ന് നോക്ക്, എന്ത് നീട്ടാന്ന് നോക്ക്. ഇതാ പള്ളി എന്ന് പറയത്തും കൂടില്ല ഗായ്സ്. ഇപ്പം നമ്മൾ പുറത്തിറങ്ങാൻ പോവാ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞു. എന്ത് വലിയ സ്റ്റാച്ചു നോക്ക്. 4 മാലാഖയുടെ നടുക്ക് ആ സ്കൈയും ഈശോയുടെ ഫോട്ടോയും. വാവ്. ഗൈസ് നമ്മളിവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഫാമിലി ഫോട്ടോ ആൻഡ് സിംഗിൾ ഫോട്ടോ. എന്നെ നടത്താനുണ്ട് സിംഗിൾ ഫോട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ ഗൈസ് സ്കൈ ആണ് രസം. പക്ഷികളെല്ലാം ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിയുടെ മുകളിൽ. ആ സ്കൈ ഉണ്ട്. നമ്മളൊരു കടയിൽ നിന്ന് എനിക്കും എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് അവന്മാർക്കവിടെ കൊടുക്കണം. സ്കൂളിൽ പോയിട്ട് വേണം കൊണ്ട് കൊടുക്കാൻ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എവിടെ ഓർണം വേണ്ട. ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തി ഗൈസ്. ഇനി ബെഡിലാണ് ഊഴം. അപ്പോൾ ഗൈസ് ഞാനിതാ പറഞ്ഞത്, ഞാൻ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ടിന് മേടിച്ച സാധനം. ഇത് 3ഉം ഒരു ജീസസിൻ്റെ ഒരു ലോക്കറ്റുള്ളതാണ്. ഇങ്ങനെ ഞങ്ങൾ 3 ബെസ്റ്റ് ഫ്രണ്ട്സിനും കൈയിട്ടുണ്ടായിരുന്നു. ഇത് എലാസ്റ്റിക് ഇങ്ങനെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട്. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയില്ല, Day 2 വ്ലോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വ്ലോഗ്.